ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കമ്പനി ബോർഡ് LGS അതേപോലെ തന്നെ വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസിന്റെ മറ്റൊരു പരീക്ഷ തന്നെയാണ് നമുക്ക് ബെവ്കോ LDC എന്ന് പറയുന്നത്. അല്ല, അതിന്റെ കൂടെ തന്നെ കുറച്ചധികം എക്സാംസ് 10th ലെവലിലുള്ള പ്രിലിംസ് എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി PSCയുടെ ആനുവൽ കലണ്ടറിൽ നമുക്ക് ഡേറ്റ് വന്നിട്ടുണ്ട്, എക്സാം എന്നത്തേക്ക് കാണുക എന്നുള്ളത്. അപ്പോൾ ഒരു ഏകദേശം ആ ഒരു ടൈമിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് പഠിച്ചു തുടങ്ങാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ കമ്പനി ബോർഡ് LGS മാത്രമല്ല, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ബെവ്കോ LDC അതുപോലെ 10th ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ സിലബസ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സിലബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിലബസ് തന്നെയാണ്. ഏതൊരു 10th ക്ലാസ് ലെവൽ പഠിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രായം ഇപ്പൊ നമുക്ക് എത്രയായിക്കോട്ടെ, നമുക്ക് ഈ ഒരു സിലബസ് സിമ്പിളായിട്ട് നമുക്ക് കവർ ചെയ്ത് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഏകദേശം നമുക്കൊരു പരീക്ഷ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ മന്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? 10th പ്രിലിംസിന്റെ പരീക്ഷ എക്സ്പെക്ട് ചെയ്യാം. മാത്രമല്ല നമുക്ക് ഇതിന്റെ മെയിൻസും എന്ത് ചെയ്യുന്നുണ്ടാകും? ഈ പറയുന്ന ഓഗസ്റ്റിന് ശേഷം സെപ്റ്റംബർ, ഒക്ടോബർ ആ ഒരു മന്തോട് കൂടിയിട്ട് മെയിൻസ് എക്സാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കിക്കുക, നമുക്ക് 60 മാർക്കിന്റെ GK പാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ GK പാർട്ടിൽ തന്നെ നമുക്ക് എന്താണ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്? GKയിൽ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ കറണ്ട് അഫേഴ്സ് ആണ്, സമകാലികമായിട്ടുള്ള സംഭവങ്ങളാണ് മെയിൻ ആയിട്ടും പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട അതിർത്തികൾ, അയിരുകൾ, അതുപോലെ പ്രധാന വ്യവസായങ്ങൾ തുടങ്ങിയ ഏരിയാസ് ആണ് അവിടെ വരുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 10 മാർക്കാണ് അവിടെ വരുന്നത്. പിന്നെ പൗരൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ സാധാരണ പഠിക്കുന്നേക്കാൾ വളരെ കോണ്ടന്റ്സ് കുറവാണ്. മാത്രമല്ല നമുക്ക് സിമ്പിളായിട്ട് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. 10 മാർക്കാണ് ഇവിടെ പറയുന്നുള്ളൂ. ഇനി നോക്കിക്കേ, പിന്നീട് നമ്മുടെ കേരളത്തിന്റെ അടിസ്ഥാനം, കേരള ജോഗ്രഫിക്ക് 10 മാർക്ക്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, നമ്മുടെ കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഹിസ്റ്ററിയാണ് പറയുന്നത്. അപ്പൊ അതിനെത്രയാണ്? 10 മാർക്കാണ് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് സയൻസ് നമുക്ക് നാച്ചുറൽ സയൻസിന്റെ 10 മാർക്കാണ് വരുന്നത്. പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ്. അപ്പൊ അതില് മനുഷ്യ ശരീരം, ജീവകങ്ങള്, രോഗങ്ങൾ, ആരോഗ്യക്ഷമ പ്രവർത്തനങ്ങൾ, പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങൾ തുടങ്ങിയ ഏരിയാസ് ആണ് നമുക്കിവിടെ വരുന്നത്, അല്ലെ? ഇനി അതുപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് 10 മാർക്കാണ്. അവിടെ നമുക്ക് ഏറ്റവും കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, പഠിക്കാൻ എളുപ്പം നമുക്ക് ബയോളജിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സ് കെമിസ്ട്രി എളുപ്പമല്ലെന്നല്ല, ഇവിടെ നമുക്ക് അത്രയും ടോപ്പിക്സ് കവർ ചെയ്യണം. ബയോളജിയിൽ കുറച്ച് ഏരിയാസ് മാത്രമാണ് നമുക്ക് വരുന്നത്. പക്ഷെ അതിൽ തന്നെ ഈ പറയുന്ന ഹ്യൂമൻ ബോഡിയൊക്കെ ആദ്യം പഠിക്കരുത്, നമുക്ക് അവയവങ്ങളൊക്കെ തുടങ്ങി കുറച്ച് അധികമായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അത് സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റിലേക്ക് വെച്ചിട്ട് ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് നോക്കി പഠിക്കാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ മാത്സിന്റെ 10 മാർക്ക്. ഇവിടെ നമുക്ക് സംഖ്യകള്, ലസാഗു, ഭിന്നസംഖ്യ, ദശാംശം, വർഗം, സമയം, ലാഭം, ശരാശരി തുടങ്ങിയ ഏരിയാസ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ മാനസിക ശേഷി 10 മാർക്കിന്റെ ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഞങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് ഈ വരുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഈ സെയിം തന്നെയാണ്. ഇതിന്റെ കൂടെ കുറച്ചുകൂടെ കോണ്ടാക്ട്സ് നമുക്ക് BFAയിൽ വരുമ്പോൾ പഠിക്കാനുണ്ടാകും. അപ്പൊ അതോട് കൂടിയിട്ട് ഇപ്പോഴേ മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഏപ്രിൽ മന്തിലാണ്, അല്ലെ? ഏപ്രിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയ്, ജൂൺ, ജൂലൈ. അപ്പൊ നമുക്ക് ദിവസങ്ങൾ അങ്ങോട്ട് പോകുന്നതോറും കുറഞ്ഞു വരികയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴേ മുതൽ നമ്മൾ കുറച്ച് എഫേർട്ട് ഇടുവാണെങ്കിൽ രാവിലെ 2 മണിക്കൂർ, രാവിലെ ഒരു 1 hour, ഈവനിങ് ഒരു 1 hour, അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഏരിയ കവർ ചെയ്യാൻ പറ്റും. BFAക്ക് വേണ്ടിയിട്ട് 150 ദിവസത്തെ പ്ലാനും 120 ദിവസമാണ് നമ്മൾ 10th ലെവൽ പ്രിലിംസ് തരുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന കാര്യം നമ്മളിവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് 120 ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള 10th ലെവൽ ബേസ് ചെയ്തിട്ടുള്ള പ്രിലിംസിന്റെ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഡേ 1, ഡേ 2, ഡേ 3 അങ്ങനെ 120 ഡേ കൊണ്ടാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സിലബസ് തീർത്തു തരുന്ന ഒരു കിടിലൻ ബാച്ചാണ്. ഈ ഡേ 1 നിങ്ങൾക്ക് പഠിക്കാനുള്ള, ഇപ്പൊ ബയോളജിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് പഠിക്കാൻ എളുപ്പമുള്ള വിറ്റമിൻസ്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം തന്നെ ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ വിറ്റമിൻസിന്റെ ക്ലാസ്, ഞാൻ എക്സാമ്പിൾ പറയാണ്, മാത്സ് അതുപോലെ GK, അങ്ങനെ 3 ഡിഫറെന്റ് സബ്ജക്റ്റുകൾ ഒരുമിച്ചിട്ട് ക്ലാസ്സും അതിന്റെ PDF നോട്ട്സും ആ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ആയിട്ട് നിങ്ങൾ സെപ്പറേറ്റ് പഠിക്കാൻ പോകണ്ട. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു പ്ലാനാണ് നമ്മൾ തരുന്നത്. അതിന്റെ ടെസ്റ്റ് നമ്മൾ കൊടുക്കണം. ജസ്റ്റ് ഞാൻ ഇവിടെ ഓപ്പൺ ആക്കി ഇട്ടേക്കാണ്. നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. നമ്മുടെ സ്റ്റഡി പ്ലാൻ ഓരോ എക്സാമിനും അല്ലെങ്കിൽ ഓരോ കോഴ്സിനും ഡിഫറെൻ്റ് ആണ്. അത് കൂടെ തന്നെ SCRT ആ ചാപ്റ്റർ വിറ്റമിൻസ് ആണെങ്കിൽ അതിന്റെ ചാപ്റ്ററും അതിന്റെ PDF നോട്ട്സും അതിന്റെ എക്സാമും ഉണ്ട്. നമ്മൾ ക്ലാസ്സുകൾ കാണാൻ ഒരുപാട് പേര് ക്ലാസ്സുകൾ കണ്ടുപോകും. പക്ഷെ നിങ്ങൾക്ക് പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ
അതിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് മാർക്ക് എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്യുക, തുടങ്ങിയ ഏരിയാസ് ആണ് നമുക്ക് നമ്മുടെ വീക്ക് പോയിന്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളൊരു അടിപൊളി കോഴ്സാണ് നമ്മൾ പ്ലാൻ കൊടുക്കുന്നത്. അപ്പോൾ 120 ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ക്ലാസ്സാണ് നമ്മൾ കൊടുക്കുന്നത്. കൂടുതൽ അറിയാനായിട്ട് എന്ത് ചെയ്യാൻ മതി, നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എക്സാമിന് മുൻപ് തന്നെ സിലബസ് തീർത്ത് നിങ്ങൾക്ക് ഒരു അടിപൊളി ക്ലാസ്സോട് കൂടിയിട്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ നമ്മളെ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ എക്സാമിന് മുൻപ് തന്നെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഭാവി നിങ്ങൾക്ക് സെറ്റ് ആക്കാനായിട്ട് പറ്റുന്നതാണ്. പഠനം ഒരു വലിയ ടാസ്ക് തന്നെയാണ്, അതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.